അയില കിട്ടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതാ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. തേങ്ങയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ തയ്യാറാക്കുകയെന്ന് വെച്ചാൽ ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതിയാവും കേട്ടോ. ചോറ്, പത്തിരി അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് അയില നമുക്ക് നല്ലോണം ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് വരട്ട് കൊടുക്കുക. പിന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അയില മീൻ തന്നെ വേണമെന്നില്ല, ഏത് മീനുകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അയില മീനാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും. പിന്നെ ചെമ്മീനും കൊണ്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് വരട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഒരു മസാല തയ്യാറാക്കാം. ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 5-6 ചുവന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളി പെരിഞ്ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മഞ്ഞൾപ്പൊടി കുറച്ച് മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വിനാഗിരി സുർക്കാന്ന് പറയല്ലേ, അതാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, നല്ലതാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഓയിൽ ചേർത്ത് കൊടുക്കുക, സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. പക്ഷേ വെളിച്ചെണ്ണയിൽ ചെയ്യുന്ന സമയത്താണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അടിച്ചു വെച്ച ആ ഒരു കൂട്ട് ഈ ഒരു മീനിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഒരു നേരം നമുക്കിതിലേക്ക് ഒരു പിടി ഒരു നുള്ളു മതിയാവും കേട്ടോ, കുറച്ച് മാത്രം മതിയാവും. അത്രയും തേങ്ങ ചേർത്ത് കൊടുക്കുക. ചെറിയ തേങ്ങയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് ആ ഒരു മസാലൻ്റെ അകത്ത് തന്നെ കുഴച്ചിട്ട് ഇതേപോലെ മീനിൻ്റെ അകത്തേക്ക് പുരട്ടി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ചൂടായ തവയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നല്ലോണം ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് ഈ ഒരു മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറേ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയാവും. പിന്നെ ലാസ്റ്റ് നമ്മൾ അതിൻ്റെ മേളിൽ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഓരോ മീനും ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. വേവിക്കല്ല, മൊരിച്ചെടുക്കുക കേട്ടോ. ആ ഒരു തേങ്ങ നല്ലോണം മൊരിഞ്ഞ് വരും. ലാസ്റ്റ് നമുക്ക് വെളുത്തുള്ളി അവിടെ ആയിട്ട് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇറക്കൊന്നും വേണ്ട കേട്ടോ, അതുപോലെ തന്നെ ചതുക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാ മീൻ ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് തിരിച്ചിട്ട് നമുക്കൊന്ന് ചെറുങ്ങനൊന്ന് മൊരിച്ചെടുക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ പൊരിച്ചതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത ഇതേപോലത്തെ വെറൈറ്റി വീഡിയോ കാണാം. അസ്സലാമു അലൈക്കും.